RSSനേക്കാൾ മോശമായ വർഗീയത പ്രചരിപ്പിക്കുന്നത് UDF ആണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. എല്ലാ വർഗീയതകളെയും കൂട്ടുപിടിച്ചാണ് UDF നിലനിന്നു പോരുന്നത്. കോതമംഗലത്ത് LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസനത്തിനു വേണ്ടി സംസ്ഥാനം വരുമാനത്തിന്റെ നല്ല പങ്കും ചെലവഴിക്കുന്നു എന്നാണ് കിഫ്ബിയുടെ നേട്ടമെന്നും വിജയരാഘവൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം BD സതീശനെ പരിഹസിക്കുകയും ചെയ്തു. UDF BJPയുമായി കൈകോർത്താണ് പ്രവർത്തിക്കുന്നത്. എല്ലാവിധ വർഗീയതയെയും കൂട്ടിയോജിപ്പിച്ചാണ് UDF ഇവിടെ നിലനിന്നു പോരുന്നത്. ജനങ്ങളെ ജാതീയമായി ഭിന്നിപ്പിച്ച് അധികാരം നേടാനുള്ള RSSന്റെ അതേ നയം UDF പിന്തുടരുന്നു. RSSനേക്കാൾ വർഗീയത പ്രചരിപ്പിക്കുന്നത് UDF ആണ്. LDF ആണ് ബദൽ രാഷ്ട്രീയത്തിലൂടെ സംസ്ഥാനത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതെന്നും A. വിജയരാഘവൻ പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷം നടത്തിയ നല്ല പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ സാധാരണക്കാർ അനുഭവിക്കുന്ന ഒരു കാലത്ത് ആ ബദൽ പ്രവർത്തനങ്ങളുടെ മികവല്ല, മറിച്ച് ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിച്ച് ജാതീയമായി ഭിന്നിപ്പിച്ച് പരസ്പര സംഘർഷങ്ങൾ ഉണ്ടാക്കി അതിലൂടെ അധികാരത്തിലേക്ക് എത്താനുള്ള എളുപ്പവഴി അന്വേഷിക്കുന്ന RSSന്റെ അതേ നയം അഭംഗുരം തുടരുകയാണ്. അതിനേക്കാൾ മോശമായ വർഗീയത ഈ നമ്മുടെ UDF പ്രചരിപ്പിക്കുകയാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ? ഇന്നത്തെ കാലത്ത് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ? ഇന്നത്തെ കാലത്ത് ഈ കോൺഗ്രസ് കേന്ദ്ര നയങ്ങളെ സമ്പന്നരാക്കുന്ന നയങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ? കിഫ്ബി വഴിയാണ് കേരളത്തിന്റെ വികസനം സാധ്യമായത്. സംസ്ഥാനത്തിന്റെ നല്ലൊരു പങ്കും കിഫ്ബിക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. റോഡുകളും പാലങ്ങളും സ്കൂൾ കെട്ടിടങ്ങളുമെല്ലാം ഇവിടെ നിർമ്മിക്കപ്പെട്ടു. കിഫ്ബി വഴിയുള്ള വികസനം കണ്ട് നരേന്ദ്രമോദി പോലും ഞെട്ടി. ഈ വികസനം തകർക്കുന്നതിനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും വിജയരാഘവൻ. നമ്മുടെ എല്ലാം വികസനത്തിന് വേണ്ടി ഏറ്റവും നല്ല വരുമാനത്തിന്റെ നല്ല പങ്കിന് ചെലവഴിക്കുന്ന കർമ്മ പദ്ധതിയാണ് കിഫ്ബി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. ഞെട്ടിപ്പോയിരിക്കല്ലേ നരേന്ദ്രമോദി. ഇതെങ്ങനെ നടപ്പിലാക്കി? ഞാനൊന്നും കൊടുക്കണില്ല, പിന്നെ ഇതെങ്ങനെ നടപ്പിലാക്കിയെന്ന കട്ടുണ്ടെന്നൊന്നല്ലോ. ഇത് നല്ല നിലയിൽ വിഭവം വിനിമയം ചെയ്യാമെന്നുള്ള കൃത്യതയുള്ള കാഴ്ചപ്പാട് ആവിഷ്കരിച്ച് പ്രായോഗികമാക്കി അതിൽ നിന്ന് ഒരു പൈസ കട്ടെടുക്കില്ല എന്ന ഉറപ്പിൽ അഴിമതി നടത്താത്തൊരു ഗവൺമെന്റ് കേരളത്തിൽ 10 കൊല്ലം വരുന്നതിന്റെ ഗുണമാണിത്. ഇത് പൊളിക്കണം, ഇതെങ്ങനെയെങ്കിലും തീർക്കണം. ഇത് വേണ്ട 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 കേരളത്തെ ദുർബലപ്പെടുത്തുക, അതിനുവേണ്ടി കളവുകൾ പ്രചരിപ്പിക്കുക, കേന്ദ്ര ഗവൺമെന്റിനെ ദുർവിനിയോഗം ചെയ്യുക. കേന്ദ്ര ഗവൺമെന്റ് അവിടുന്ന് ഈ ജാതി ഇണ്ടാസയക്കുക. ഒരു ഇടിയിൽ ഇവിടുന്ന് എന്തെങ്കിലും അഴിമതി കേരളത്തിൽ നടന്നു? ഏറ്റവും മികച്ച റോഡ്, മികച്ച ഇൻഫ്രാസ്ട്രക്ചർ, മികച്ച ആശുപത്രികൾ, മികച്ച സ്കൂളുകൾ, ഇതൊക്കെ ഇവിടെ കാണില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ BD സതീശന്റെ ഉത്തമ ശിഷ്യനാണ്. ശിഷ്യൻ ഇങ്ങനെയാണെങ്കിൽ ഗുരു എങ്ങനെയായിരിക്കുമെന്ന് അദ്ദേഹം പരിഹസിച്ചു. ഒരു MLA ഒളിവിൽ പോകേണ്ട ഗതികേട് അങ്ങേയറ്റം നാണക്കേടാണെന്നും A. വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. MLA ഒളിവ് പോവാന്നൊക്കെ പറഞ്ഞ ഇതിൽ മാനക്കെടുത്ത് ഈ എറണാകുളം ജില്ലയിൽ പ്രതിപക്ഷ നേതാവ് സതീശന്റെ ഉത്തമ ശിഷ്യന്റെ പേരെന്താ? രാഹുൽ മാങ്കൂട്ടം. മനസ്സിലായി? ഉത്തമ ശിഷ്യനാ. ഉത്തമ ശിഷ്യൻ എന്താണ് പഠിച്ചെങ്കിൽ ഗുരുവാരെന്തായിരിക്കും സ്ഥിതി എന്ന് ഞാൻ പറയുന്നില്ല. ആലോചിച്ചു നോക്കൂ. ഇതിൽ പരമൊരു അപമാനം ഈ നാട്ടിനുണ്ടാക്കല്ല. GTV ന്യൂസ്, കോതമംഗലം.